to Save Kerala Brigade News. I'm Anita Ria Vinod bringing you the news. On the 26th of September 2019, a seminar was conducted at M.K. Damodaran Hall in the High Court premises regarding the safety measures to be taken for the protection of Mullaperiyar Dam. Mullaperiyar Dam, that has been built in 1895, is facing most disastrous risk. The surkey used in the construction of this dam is a combination of lime and jaggery, which has only about 1/6 strength compared to the present concrete. The lime in the surkey reacts with water, forming carbonic acid, and this phenomenon affects the durability of the mixture. A major portion of the surkey has already been dissolved in the water over a period of 125 years. All these factors create major threat to the strength of this dam. This aspect has been stated in the reports given by IIT Roorkee, IIT Delhi, and the Asian Dam Safety Authority. In a report submitted by IIT Roorkee, it has been pointed out that an earthquake occurring within 15-kilometer radius of this dam will negatively affect the lives of about 50 lakhs of people living in at least 5 districts. According to the latest studies, Mullaperiyar Dam is one among the 9 high-risk dams in the world, unfortunately situated in an earthquake-prone area. This seminar was conducted to formulate opinions from people from different walks of life. Retired judges, advocate generals, senior advocates of the High Court, engineers, doctors, university vice chancellors, reputed personalities from the field of politics, art, literature, and many others from various backgrounds were a part of this seminar. This issue must be brought to the table of the authorities for immediate action. Please share this message with the public for a mass movement for the safety of millions of people. If you are watching this channel for the first time, please subscribe, and if found important, please like and share this video. Thank you. ഞാൻ ഒരു 3 വർഷം മുൻപ് ആലപ്പുഴ പോകുമ്പോഴാണ് എ.ബി. താമരാജ് സാറിനെ കാണുന്നത്. അതുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. പുള്ളി പറഞ്ഞ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഇനി ഇവിടെ ഈ ഡാമിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഒത്തിരി ആൾക്കാരായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പം എല്ലാവരും കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഈ ഡാമിൻ്റെ 999 വർഷം കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഇത് പൊട്ടൂലേ? 50 വർഷം 60 വർഷവും നമുക്ക് കാലാവധി തന്നിരിക്കുന്നത്. ഇപ്പൊ 125 വർഷത്തോളമായി. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമുക്കറിയാം, വെള്ളം കുറച്ച് തുറന്നു വിട്ട് ഒത്തിരി ജനങ്ങൾ മരിച്ചു, ഒത്തിരി ബിസിനസ്സുകാർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നശിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇത് എന്ത് ചെയ്യണം? നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഒരാളെയും കുറ്റം പറയുന്നില്ല. എന്ത് ചെയ്യണം? അത് ഇനി നമ്മൾ തീരുമാനിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുമ്പോൾ രേഖപ്പെടുത്തൂ. ഒട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളൊക്കെ നേരത്തെ തന്നെ അഡ്വാൻസ് ചെയ്ത് സാറ് ഓസ്ട്രേലിയയിൽ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പാലക്കാട് ഒരു സ്ഥാപനമുണ്ട്, അവിടെ പോവാം. അങ്ങനെ ഓരോരുത്തർ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ ഈ അടുത്ത ദിവസം കൂവപ്പടി അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കണം. പൊങ്കച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വെച്ച് അങ്കിളെ വേളാങ്കണ്ണിയിൽ പോയാൽ അവിടെ വരുമോയെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അവിടെ വരില്ല, അവിടെ പോയി താമസിക്കുക. അപ്പൊ ഓരോരുത്തരും അങ്ങനെ പദ്ധതികളൊക്കെ ഇട്ടിരിക്കുകയാണ്. 2020 ജൂലൈ 6, 7, 8 ഇതിന്റെ സമയം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെല്ലാവരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ വരേണ്ടത്. ഇവിടെ ചെളി കയറി തോടുകളും പുഴകളും ഒക്കെ നിറഞ്ഞിടക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് അഭിപ്രായം പറയണം. ഇത് വാരി ഇത് ക്ലിയർ ചെയ്ത് വെള്ളം വന്നാൽ അതിൽ തങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായും വിശദമായും പറയാൻ കഴിയുന്ന ആളുകൾ പറഞ്ഞു.
പറയാൻ. എനിക്ക് ഇതിൻ്റെ ഈ സാങ്കേതികമായ വശങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ധാരണയില്ല. പക്ഷെ എനിക്കറിയാവുന്നൊരു കാര്യം, ഞാൻ 96-2001 കാലത്ത് അഡീഷണൽ എഡ്യൂക്കേഷനിലായിരിക്കുമ്പോൾ എന്ത് കാരണത്താലാണ് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, മുല്ലപ്പെരിയാർ സംബന്ധമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ്റെ അന്ന് അതിനോടനുബന്ധിച്ച ചില രേഖകൾ കാണാനിടയായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തമിഴ്നാട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ബഡ്ജറ്റിൽ കേരളത്തിലെ എലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നതിന് ബഡ്ജറ്റ് പ്രൊവിഷൻ വെച്ചിരുന്നത് 20 കോടി രൂപയാണ് ബഡ്ജറ്റ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിന് വീഴ്ച വന്നു, പ്രാവർത്തികമായ വീഴ്ച വന്നു മാത്രമല്ല, കോടതിയിൽ കേസെടുക്കുന്നതിൽ വീഴ്ച വന്നു, എല്ലാ വിധത്തിലും വീഴ്ച വന്നു എന്ന ഒരു നിലപാട് നിലനിൽക്കെ ആ ബഡ്ജറ്റിൽ പ്രൊവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി കാണുന്നതാണ്. എന്നുവെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ ഈ സ്ഥിതിവിശേഷത്തിൽ കേരളത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം അഴിമതിയാണ്. ആര് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമല്ല, മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചുമതലക്കാരായി കേരളത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യകാലം. രണ്ടാമത്, കേരളത്തിൻ്റെ ഈ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നാട്ടിൽ കേരളത്തിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നതിന്മേൽ തൊടാൻ കേരളത്തിന് അധികാരമില്ല, റിപ്പയർ ചെയ്യാൻ അധികാരമില്ല, സംരക്ഷിക്കാൻ അധികാരമില്ല, അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് അധികാരമില്ല. ഇതെല്ലാം ആ അധികാരമില്ലായ്മ സറണ്ടർ ചെയ്ത ആളുകൾ ആരായാലും അവരാണ് സുപ്രീം കോടതിയിലെ 2006 കൗൺസിലിൻ്റെ കേസിൽ, 2014 കേസിൽ, 2018 പ്രസിഡന്റ് കേസിലുമെല്ലാം വന്നിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ ഗവൺമെന്റ് എടുത്തുള്ള നിലപാട് അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ കൊണ്ട് ആവർത്തിക്കപ്പെട്ടതാണ് എന്നാണ്. ഉണ്ടായിരിക്കുന്ന അപകടം പ്രധാനമായും സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ തന്നെയാണ്. കാരണം ഭരണഘടനയുടെ ചില വകുപ്പുകൾ പരിശോധിച്ചാൽ സുപ്രീം കോടതിക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ളത് തന്നെ സംശയിക്കുന്നു. സുപ്രീം കോടതിക്ക് അധികാരമുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് വിനിയോഗിക്കാവുന്ന അധികാരം വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ളത് ആർട്ടിക്കിൾ 131 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിക്ക് യൂണിയൻ ഓഫ് ഇന്ത്യയോ അല്ലെ സ്റ്റേറ്റുകൾ തമ്മിലോ ഒരു സ്റ്റേറ്റിൽ കൂടുതലുള്ള സ്റ്റേറ്റുകൾ തമ്മിലോ ഒക്കെയുള്ള തർക്കം കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനൊരു പ്രൊവൈസോയുണ്ട്. സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ആർട്ടിക്കിൾ 131 അധികാരം കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രൊവൈസോ ഉള്ളത്, but this power shall not extend to the dispute in respect of covenant, agreement, sannat entered into before the commencement of the constitution and continuing after the constitution. എന്ന് പറഞ്ഞാൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിശോധിക്കാൻ അധികാരമുണ്ടെങ്കിലും ആ അധികാരം ഒരു കവനന്റ്, ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള കവനന്റോ എഗ്രിമെന്റോ സന്നദ്ധോ ഉണ്ടായിരിക്കുകയും അതിന് ശേഷം തുടർന്നു വരികയും ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സുപ്രീം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് ഒരു ഭരണഘടനയുടെ വകുപ്പ് കൊണ്ട് സുപ്രീം കോടതി അധികാരം തടഞ്ഞു വെച്ചിരിക്കുന്നത് ഏക വകുപ്പ് 131. ഞാനിത് കേരള ഹൗസിൽ വെച്ച് പ്രമേയത്തിനോട് പറഞ്ഞതാണ്. ഈ വിഷയത്തിലൂടെ ആഴത്തിൽ പോകേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തുടരുന്നോ ഇല്ലയോ എന്നുള്ളത്.
അത് നിയമപരമായി തുടർന്നില്ല എന്നുള്ള ഡിക്ലറേഷൻ വരുത്തേണ്ടതാണ്. പക്ഷേ തുടർന്നു വന്നിരുന്നു എന്നുള്ളതാണ് ഫാക്ച്വലി കറക്റ്റ്. അങ്ങനെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും തുടർന്നു വന്നിരുന്നുവെങ്കിൽ 70 ഇത് പുതുക്കിയതായിട്ടാണ് പറയുന്നത്. 999 വർഷത്തെ അത് ഓരോ 9 കൂടിപ്പോയെന്നാണ് ഇട്ടത്. ടൈപ്പ് ചെയ്തതിൽ ഓരോ 9 കൂടിപ്പോയെന്നാണ് ചിലർ പിന്നീട് എക്സ്പ്ലനേഷൻ തരുന്നത്. അല്ലെങ്കിൽ സാധാരണ സുബുദ്ധിയുള്ള ഒരാളും ഈ 999 വർഷത്തേക്ക് ഒരു ഡാമിന് പറ്റുമെന്ന് എഴുതാൻ പറ്റില്ല. അതൊരു ടിപ്പോഗ്രാഫിക്കൽ എറർ ആയിരിക്കണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന വന്നതിന് ശേഷം തുടങ്ങിയ കവനന്റും എഗ്രിമെന്റും സന്നദ്ധനും സുപ്രീം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എങ്കിൽ അതിനുശേഷം ഇത് തുടർന്നു വന്ന ഈ കവനന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്യൂട്ടിന് കൈകാര്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് എന്ത് അധികാരമാണ് എന്ന് മാത്രമല്ല, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻട്രി 56 അനുസരിച്ച് ആക്ട് എഴുതിയിട്ടുണ്ട്. അതിൽ സെക്ഷൻ 4 പ്രകാരം സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അത് ഇന്റർ സ്റ്റേറ്റ് റിവേഴ്സ് ആണെന്ന് മാത്രം. അത് ആർബിട്രേഷൻ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല, അഥവാ അങ്ങനെ സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് കൊണ്ടുള്ള നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നതിന് സുപ്രീം കോടതിയുടെ അധികാരം ഇല്ലാതെ തന്നെ എക്സർസൈസ് ചെയ്തുള്ളതാണ്. കാരണം സുപ്രീം കോടതിയുടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ, സുപ്രീം കോടതിയുടെ അധികാര വിനിയോഗം ഭരണഘടന കൊണ്ട് തന്നെ ബാർ ചെയ്തിരിക്കുന്ന വകുപ്പ് 131. ഇപ്പൊ വാദത്തിനു വേണ്ടി അത് ഈ നിയമപ്രശ്നവും ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഇത് ജൂറിസ്ഡിക്ഷനോടുകൂടി ചെയ്തിട്ടുള്ളതാണോ അത് പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്, സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ടെന്നിരിക്കട്ടെ, സുപ്രീം കോടതിക്ക് ഇല്ലാത്ത അധികാരം വിനിയോഗിച്ച് ഈ 50 ലക്ഷം ജനങ്ങളെയും ഭീതിയിൽപ്പെടുത്തുന്ന ഈ റൈറ്റ് ടു ലൈഫ് എന്ന് ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വയലേഷൻ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ജനതയെ ഭീതിപ്പെടുത്തുന്ന ഒരു ഉത്തരവ് ഇടാവുന്ന സുപ്രീം കോടതിക്ക് എന്തുകൊണ്ട് ഭരണഘടന പ്രകാരം ഉള്ള അധികാരം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് ചോദിക്കാറുള്ളത്. അതേതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 142-ാം വകുപ്പാണ്. എന്താണത് പറയുന്നത്? സുപ്രീം കോർട്ട് ക്യാൻ പാസ് ഡിക്രി or order in respect of to do complete justice to the issue pending before them. അതാണ് 142-ാം വകുപ്പ്. ഒരു എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ആണ്. ഒരു കോടതിക്കും മറ്റൊരു കോടതിക്കും ഇല്ലാത്ത അധികാരമാണ് ഇത്. സുപ്രീം കോർട്ട് ക്യാൻ പാസ് ഓർഡർ ഡിക്രി or order in to do complete justice in respect of the issue before them. അവരുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇരു കക്ഷികൾക്കും കംപ്ലീറ്റ് ജസ്റ്റിസ് ചെയ്യാനുള്ള പ്രത്യേക വിശേഷ അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അത് ഷാൽ ബി ഇംപ്ലിമെന്റഡ് ഇൻ ദി കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ജനങ്ങളുടെ ഭീതി മനസ്സിലാക്കിയ എന്തുകൊണ്ട് ഈ അധികാരം വിനിയോഗിക്കുന്നില്ല? ഞാൻ പറഞ്ഞത് അധികാരം ഇല്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉത്തരവ് പാസാക്കുന്ന കോടതി അധികാരം, ഇത്രയും വൈഡ് അധികാരം, അത് 3 സർക്കാരും, കേന്ദ്ര സർക്കാരും, ഇപ്പം 3 സർക്കാരും 3 പാർട്ടിയിൽപ്പെടുന്ന ആയിരിക്കാം. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിന് സുരക്ഷിതം, തമിഴ്നാടിന് ജലം, ഇതിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു നെഗോഷിയേഷൻ നടത്താൻ ശ്രമിക്കണം 3 ഗവൺമെന്റുകളും ജനങ്ങളുടെ ഭാവി നിർത്തുന്നു. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആ നെഗോഷിയേഷനിലും കഴിയുന്നില്ലെങ്കിൽ ഇത് ഒരു ഇന്റർനാഷണൽ എക്സ്പേർട്സ് ഉള്ള ആർബിട്രേഷനെ കൊണ്ട് ആർബിട്രേഷൻ വിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം
കാണണം എന്ന് മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം പറയുന്നത്. എൻ്റെ പേര് ജോസ് കുത്തൻകേട്ടി. ഞാൻ വോയിസ് ഓഫ് ജസ്റ്റിസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകണമെങ്കിൽ 50 ലക്ഷം പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകണമെങ്കിൽ വിപുലമായ ഒരു ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉണ്ടാവണം. അതിന് ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലെ ആരും ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ സമീപിച്ചപ്പോൾ അവരെല്ലാവരും ഷൈയാണ്. അവരല്ലെങ്കിൽ ഇതിന് ഇറങ്ങിത്തിരിച്ച് ഇതില് എന്താ പറയാ, നമുക്കൊരു പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുവാൻ എല്ലാവരും ഷൈയാണ്. അതുപോലെ തന്നെ ഈ ജനകീയ പ്രക്ഷോഭം നടത്തണമെങ്കിൽ ഞങ്ങളന്ന് സെൻട്രലിലേക്ക് മീറ്റിംഗ് നടത്തിയപ്പോ മുല്ലപ്പെരിയാറിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു പ്രകടനം നടത്തുവാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അതിനൊക്കെ വളരെ സാമ്പത്തിക ചെലവുണ്ട്. ഇപ്പൊ ആലുവായിലും എറണാകുളത്തും ഒക്കെ ഞങ്ങൾ നടത്തിയ സെമിനാറിനൊക്കെ സംഘാടകരായ ഞങ്ങൾ 4-5 പേരാണ് ലക്ഷത്തിലധികം വരുന്ന തുക മുടക്കിയത്. ഞങ്ങൾക്കെന്ത് സങ്കടമോ ഒന്നുമില്ല, ഞങ്ങൾക്കൊരു നഷ്ടബോധമില്ല. പക്ഷേ എന്നിൽ പോലും പണം മുടക്കാതെ തന്നെ ഞങ്ങളോട് സഹകരിക്കാനായിട്ട് വന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിയാൽ മാത്രമാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ കോടതിയിലെ വിധി വന്നു. ഞാൻ സുപ്രീം കോടതിയുടെ എല്ലാം ഞാൻ ബഹുമാനിക്കുന്നു, ഉത്തരവിനെ എല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ മാനുഷിക വശം പരിഗണിക്കണം. ഇത്രയും 16 നിലയുള്ള കെട്ടിടങ്ങള്, 5 കെട്ടിടങ്ങള് ഇത്രയേറെ ഉയർന്നു വന്നപ്പോൾ എവിടെയായിരുന്നു നമ്മുടെ അധികാരികളെല്ലാം? ഈ രാജ്യത്ത് ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ലേ? അനുവാദമില്ലാതെയാണ് കെട്ടിടങ്ങളൊക്കെ ഉയർത്തിക്കെട്ടിയത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാം നിശബ്ദരാണെങ്കിൽ പോലും ഇതെല്ലാം നാളെ നമ്മുടെ തലയ്ക്ക്, ഈ വിധികളെല്ലാം നമ്മുടെ ഈ തലയ്ക്ക് മുകളിൽ ഒരു വാടായി നിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഇന്ന് സംഘാടകരോടും എനിക്ക് പറയുവാനുള്ളത്, ഇതൊരു വലിയ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി ഭരണഘടനയിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഈ 50 ലക്ഷം വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അതിനുവേണ്ടി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കണം, അതിന് മുൻകൈ എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.